തട്ടും മുട്ടുമില്ലാതെ വേണ്ടത്ര ചീത്തപ്പേരിടിയ 4 ആൾ. ആദ്യത്തെ ആള് ജോസ് പ്രകാശ് ഏട്ടൻ, രണ്ടാമത്തെ ആള് KP ഉമ്മർ, മൂന്നാമത്തെ ആള് ബാലൻ കെ നായർ, നാലാമത്തെ ആള് ഞാൻ. പക്ഷെ അതിന്റെ താഴെ കമന്റ് ഉണ്ട്, ആദ്യത്തെ 3 വലിയ കുഴപ്പമില്ല, നാലാമത്തെ മഹാപ്രശ്നം. ബാലൻ കെ നായരോടൊന്ന് ഓടി രക്ഷപ്പെട്ട സ്ത്രീ TG രവിയുടെ വീട്ടിൽ ട്രോളുകൾ ഇഷ്ടംപോലെ ഓടിക്കരുത്. അതെ, രക്ഷപ്പെടാൻ ഓടിക്കരുത് TG രവിയുടെ അടുത്തത്. വില്ലൻ ക്യാരക്ടറുകൾ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്തു വരുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ നമ്മളോട് ആ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടോ? ഷൂട്ടിന് വേണ്ടിയിട്ട് വരമ്പത്തൂടെ കയറി പോണ സമയത്ത് അപ്പോഴൊരു സ്ത്രീ കറ്റിട്ടിട്ട് വരുന്നു. അത് എന്നെ കണ്ടു അയ്യോ എന്ന് പറഞ്ഞ് കറ്റിട്ടിട്ട് കൊടുക്കുന്ന. വേറെ സിനിമയിൽ എന്തോ ഒരു ചെറിയ ക്യാരക്ടർ അഭിനയിച്ചു അതിനകത്ത്. ആ പ്രൊഡ്യൂസർ പറഞ്ഞത്രേ, ഇവനെ എത്ര കാശ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് യാതൊരു പിടിയില്ല, അവൻ ആമ്മാര് ചെയ്തു വെച്ചിട്ടില്ല, അവൻ്റെ അച്ഛനെ കിട്ടുന്നേക്കാൾ കൂടുതൽ കാശ് അവന് കൊടുത്തു. 20,000 രൂപ കടം ചോദിച്ച് ഞാൻ തന്നില്ല എനിക്ക്. ഏറ്റവും നല്ല രീതിയിൽ ആക്ഷൻ സീൻ ചെയ്തിരുന്നത് ആരായിരുന്നു അന്ന്? ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് നസീർ സാറാണ്. നസീർ സാറാണ്. പൂ പോലത്തെ ഒരു കയ്യല്ലേ, തൊട്ടാലും ഒന്നും അറിയില്ല. ഏറ്റവും ബുദ്ധിമുട്ട് ആരായിരുന്നു? ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബാലേട്ടനാണ്. ബാലേട്ടൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ അങ്ങാവും. എനിക്ക് ജയൻ്റെ എന്നൊരു ഡ്യൂട്ടിയുണ്ട്, കടപ്പുറത്തുള്ള ഫൈറ്റാണ്. അങ്ങനെ ഇടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ നല്ല ശക്തിയിൽ പുറകോട്ട് വരുമ്പോൾ എൻ്റെ ഈ മണലിലത്തെ കാലങ്ങളും വഴിക്കങ്ങ് പോയി. ഇടി നേരം ഈ ചുണ്ടിൻ്റെ മേലെ വന്നു പൊട്ടി, ചുണ്ട് പൊട്ടി, ചോര ഒലിച്ച് ജയൻ ഇത് ഒപ്പിത്തരുന്ന നേരത്ത് എൻ്റെ ഭാര്യ ഷൂട്ടിംഗ് കാണാൻ വന്ന സമയത്ത് നല്ല വരവായിരുന്നു, നല്ല കാണാൻ നല്ല കാഴ്ച. ഈ ചായര കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ ജയനോട് കൂടുതൽ ബന്ധപ്പെട്ട് അടുപ്പായത് സ്നേഹത്തിലുണ്ട്. അപ്പോൾ അടുത്തൊരു പടത്തിനും കൂടി എനിക്ക് എടുത്താൽ കൊള്ളാമെന്ന് മോഹമുണ്ടായിരുന്നു. ശരി, ജയനെ എന്നെ ഒന്ന് കാണാമെന്ന് വേണ്ടി ഞാനിവിടെ പോയതാണ്. ചേട്ടൻ ഇവിടുന്ന് ഇപ്പോൾ വരുന്ന വഴിയാണോ? പറഞ്ഞാൽ അതെ. അറിഞ്ഞില്ലേ, ജയേട്ടൻ മരിച്ചു. And it was a shock. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഞാൻ എൻ്റെ ഇന്റർവ്യൂ പാറ്റേൺ ഒക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് മാറ്റി വെക്കാൻ പോവാ. എൻ്റെ അടുത്തിരിക്കുന്ന ഒരു മലയാള സിനിമയുടെ ഒരു ലെജൻഡാണ്, നമ്മുടെ സ്വന്തം TG രവി സാറാണ്. സാർ നമസ്കാരം, വെൽക്കം ടു യുവർ ഷോ. എന്തായാലും എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത്, ഇപ്പം മലയാള സിനിമയിലേക്ക് ഒരുപാട് ഹിറ്റ് സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാൻ വേണ്ടി ഓരോ പ്രേക്ഷകരും കണ്ടിരിക്കേണ്ട ഒരു മൂവി വരുന്നുണ്ട്, തഗ്. ആ മൂവിയുടെ വിശേഷം പറയാൻ വേണ്ടി വന്നതാണ്. അതിൽ അഭിനയിച്ച 2 പേരെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒന്ന് നമ്മുടെ ഹിതുക്കുട്ടനെ ഇവിടെ തൊട്ടടുത്തന്നെയുണ്ട്, നമ്മുടെ ശ്രീ തിരുവി സാറിന്റെ മോനാണ്. പിന്നെ നമ്മുടെ ഒരുപാട് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഷോർട്ട് ഫിലിമുകളും പിന്നെ സിനിമയിലേക്ക് ഒരുപാട് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു. ഇപ്പൊ കറക്റ്റ് ആയിട്ടൊരു സ്ഥലത്ത് എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാൻ ഈ സിനിമയിലെത്തി നമ്മുടെ സ്വന്തം സക്കറിയ ചേട്ടൻ. അപ്പൊ അതിൽ 3 പേർക്കും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. അതിന്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് എന്നെ കിട്ടിയെന്നല്ലേ പറഞ്ഞു തരുന്നത്. അതായത് കൊച്ചുമോനുണ്ടെങ്കിൽ അത് ശരിയാവില്ല, ഞാനും കൂടി ഇരുന്നാലേ ശരിയാവുള്ളൂ. ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പൊ എന്തായാലും ശരിയാട്ടാ, ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറയല്ലേ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഋതുക്കുട്ടനോട് ചോദിക്കട്ടെ, ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോ മുത്തച്ഛന്റെ ഉപദേശം എന്തായിരുന്നു? ഉപദേശം പറയുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. നീ പോയാ മതിടാ, നീ പോയാ എല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞു അല്ലേ? അച്ഛൻ്റെ കൂടുതലും ഉപദേശം കിട്ടിയത്. അച്ഛന്റെ ഉപദേശം പറ. കുറച്ചുകൂടിയും ലൈറ്റ് ആയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത്ര നാടകത്തിൽ ചെയ്യണ പോലെ ഹെവി ആയിട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കോൺഫിഡന്റ് ആവാൻ പറഞ്ഞു. സാധാരണ ഇങ്ങനെ കുറച്ചൊരു നെർവസ് ആയിട്ടാണ് തുടങ്ങാറുള്ളത്. ഒരു കിക്ക് സ്റ്റാർട്ട് വേണം എനിക്ക്. അപ്പം അങ്ങനെയൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു തന്നു. അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ മതി. ബാക്കി നീ ചെന്നിട്ട് കൈ നിട്ടോളാൻ പറഞ്ഞു അല്ലേ? എന്നിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ എന്താണ് മൊത്തത്തിൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നന്നായിരുന്നു. ടീമൊക്കെ ഭയങ്കര നന്നായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഡയറക്ടർ ഞങ്ങക്ക് നന്നായിട്ട് പറഞ്ഞു തന്നു, എന്താ ചെയ്യണ്ടേന്ന് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മിടുക്കനായ ഒരു ഡയറക്ടറാണ് അല്ലെ? എന്റെ മോനെ ഡയറക്ടർ ആവശ്യപ്പെട്ട് കൊടുക്കാൻ നമുക്ക് ചുമതലയുണ്ട്. ചെയ്തു. അടിപൊളിയായിരുന്നു.
അപ്പൊ എന്തായാലും മൊത്തത്തിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അടുത്ത പടത്തിന് അച്ഛനെ വിളിക്കണം പറയാട്ടാ. അല്ല അവിടെ വന്നിരിക്കുന്നത് വെറുതെ അല്ല, ഇടക്കിടക്ക് ഓർമ്മിക്കുന്നുണ്ട് മാർക്കറ്റിംഗ്. എന്റെ ദൈവമേ, ഞങ്ങൾ വരുമ്പോ പാക്കേജായിട്ട് തരാന്ന് പറയുന്നത്. ഇനിയിപ്പോ അച്ഛനും വരുമ്പോ അതിനെ പറയോ എന്റെ കാര്യം നീ പറഞ്ഞില്ലടാന്ന് ചോദിക്കൂലേ. എന്തായാലും അടിപൊളി. അല്ല അങ്ങനെയാണല്ലോ. ഒരുപക്ഷെ ടി ജി രവിയുടെ മകൻ നിലയ്ക്ക് ചിലപ്പോൾ വല്ല പടങ്ങളാവും കിട്ടിയിരുന്നു, ഉറപ്പായിട്ടും. പേരക്കുട്ടി നിലയ്ക്ക് ചിലപ്പോൾ ഇവനും കിട്ടാം. തിരിച്ച് കഴിയുമ്പോൾ നേരെ തിരിയത് അതെ ഈ സമയത്ത് കൂടി വിളിക്കാം. ഏത് കാലത്ത് തുടങ്ങിയതാ, ഇത്ര ഏതൊക്കെ വഴി കൂടി സഞ്ചരിച്ചിട്ടാ വന്നിരിക്കുന്നേ. എന്തായാലും സന്തോഷം. അതിന് സക്രച്ചേട്ടാ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കണേ. അറിയാം അത് നമ്മളൊരു പടം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അത് ഒരു നല്ലൊരു മൂവിയിൽ തന്നെ ചെയ്യാം. നല്ലൊരു ടീമിന്റെ ഡയറക്ടർ. ഞാൻ ഈ സെക്രട്ടറി വന്നപ്പോ തന്നെ നല്ലോണം നോക്കി കേട്ടോ. നമുക്ക് കോമ്പിനേഷൻ അല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും. അത്രയൊന്നും വരില്ല, അത്രയ്ക്ക് എന്തായാലും വരില്ല. കാരണം പ്രായം കൊണ്ട് വെറും തന്ത്യാവാനുള്ള സമയം കുറച്ച് സമയം അതുവരെ എനിക്ക് കുഴപ്പമുണ്ടാവില്ല, സമയമുണ്ട്. പക്ഷെ എന്തോ ഒപ്പം പിടിക്കാനൊന്നും ഇപ്പൊ ഇവന്റെ അച്ഛനായിട്ടല്ലേ അഭിനയിച്ചിട്ടുള്ളൂ. മുത്തച്ഛനായിട്ട് വരുമ്പോ എന്തായാലും ഞാൻ തന്നെ വരണം. ഈ ഡയറക്ടറോടൊന്ന് പറയണം കേട്ടോ. അല്ല ഇതെല്ലാം ഇവിടെ പറയുന്നല്ലെന്ന് എനിക്കറിയാം. അതൊന്നും പറയണെങ്കിൽ അടുത്ത പടത്തില് ചെയ്യാതെ പറയണെങ്കിൽ ഇനി അടുത്തത് പോലും ഇങ്ങനെ സംഭവം പറഞ്ഞു കഴിഞ്ഞു. കാശാരാണ്ടിരിക്കാൻ പറ്റില്ല. കാശ് അതൊക്കെ ഉണ്ടടാ, അതൊക്കെ അത്ര അല്ല ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുത്തച്ഛനെ കിട്ടി, മോനെ കിട്ടി, മരുമോനെ കിട്ടി, 3 പേരായി. മോള് ഇനി ആരെങ്കിലും ഉണ്ടാ? ആൾക്കാരെ കിട്ടി വേണമെങ്കിൽ ഇതെന്താ കുന്നുങ്ങളോ? ഇതിനു മുമ്പ് കഥ പറഞ്ഞോളൂ, എല്ലാം അവിടെ ഉണ്ടെന്ന്. അപ്പൊ എന്തായാലും അടിപൊളി. ഒരു പാട്ടുകാരനുണ്ടായിരുന്നു. അതാരാ? എന്റെ അനിയന്റെ മകനാ. പോയി UK പോയി. UK-ലേക്ക് അവിടെ പാടാൻ വിട്ടാണോ ജോലിക്ക് വിട്ടാണോ? അല്ല, അവൻ ഡോക്ടറാണ്. ഓക്കെ. അവനൊരു കഥയുണ്ട് കേട്ടോ. അവന് ഒറീസ എന്ന് പറഞ്ഞ പടത്തിന് പാട്ടിന് ഏറ്റവും നല്ല ഗായകൻ അവാർഡ് കിട്ടിയ ആളാണ്. എന്ന് പറയാൻ പറ്റേ. അനൗൺസ് ചെയ്തപ്പോൾ കാർത്തിക്കിന്റെ പേര് അനൗൺസ് ചെയ്തു. എഴുതിയ ആൾക്കാർ മുഴുവൻ, ഡയറക്ടറും പറഞ്ഞു, ആ പാട്ട് ഡയറക്റ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഈ പാട്ട് സിനിമയിലെ പാട്ട് പാടിയത് ഇവനാണ്. കാരണം കാസറ്റ് മറ്റേ കാർത്തിക്കിൻ്റെ പേരിട്ടു. കാരണം വെച്ചാൽ കാർത്തിക്കാണ് ശരിക്കും പാടിയത്. ഇവൻ ട്രാക്ക് പാടിയതാണ്. പത്മകുമാർ ഒന്ന് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇതാണ് ഈ സിനിമയ്ക്ക് നോക്കിയപ്പോൾ ഇവൻ്റെ ശബ്ദമൊക്കെ ട്രാക്ക് പാടിയ ശബ്ദം. അപ്പോൾ അതിട്ടു. സിനിമ കണ്ടിട്ടാണല്ലോ അവാർഡ് നിശ്ചയിക്കുന്നത്, അല്ലാണ്ട് ഈ നമുക്ക് കിട്ടാനല്ലോ. അനൗൺസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരായി ശബ്ദം. അവസാനം പക്ഷേ ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മന്ത്രിയായിരുന്നു ആ സമയത്ത്. മന്ത്രി തീരുമാനിച്ചു ആർക്കും കൊടുക്കേണ്ട തീരുമാനിച്ചു. നല്ല തീരുമാനമാണ്. ഒരു വിവരമില്ലാതെ. കാരണം അതിനുള്ള അഫിഡവിറ്റൊക്കെ കൊടുക്കുമ്പോൾ ഡയറക്ടറൊക്കെ പറഞ്ഞതാ. പക്ഷെ അവസാനം വേണ്ട തീരുമാനിച്ചു. എന്നിട്ട് പിന്നെ അദ്ദേഹം വേറെ സിനിമകൾ അല്ല, പിന്നെ വേറെ 2-3 സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. അവാർഡ് കയ്യിൽ നിന്ന് അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് അത് വേണ്ടില്ല. ഞങ്ങളുടെ എല്ലാം ഉണ്ട്. വേണമെങ്കിൽ നീ കുറച്ച് ഇവരെ വിളിച്ചിട്ട് പറയോ അതെ നീ ആങ്കറിനെ കൊണ്ടുവരണ്ടാ അത് ഇവിടെ ഉണ്ടെന്ന് പറയോ? ആങ്കറിന് ഇരുന്നത് ഭയ ആങ്കർ 2 സിനിമയല്ലേ? അതെ അതെ അതെ. ഞാൻ അപ്പോൾ എന്തായാലും നമ്മുടെ സെക്രട്ടറി അപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. അന്നേരം നമ്മളെ ഒരു ഡയറക്ടർ കണ്ടെത്തുക എന്ന് പറഞ്ഞാല് നമ്മളിൽ എന്തുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായപ്പം നമ്മളിലേക്ക് എത്തി എന്നുള്ളതാണ്. സിനിമയ്ക്ക് വേണ്ടത് കണ്ടന്റ് പുള്ളി തീരുമാനിച്ചു. ആ ഡയറക്ടർക്ക് നമ്മളെന്താണോ കൊടുക്കേണ്ടത് നമ്മളിൽ നിന്ന് കിട്ടുമെന്ന് മനസ്സിലായി. പക്ഷെ നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ അനുഗ്രഹവും അദ്ദേഹം കണ്ടെത്തിയതും അദ്ദേഹം പറഞ്ഞു തരുന്നത് നമ്മൾ ചെയ്തു. അതാണ്. പിന്നെ ആ ടീം നല്ല കോപ്പറേറ്റീവ് ആയിട്ട് നമ്മളെ ഹെൽപ്ഫുള്ളായിട്ട് നിന്നു. അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടി. അതുപോലെ മോനായിട്ട് അഭിനയിച്ചിട്ടായാലും അപ്പോൾ നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ഇവന് പറയുന്നൊരു വിശേഷം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഐ വാസ് വെരി കംഫർട്ടബിൾ എന്നാണ്. ഡയറക്ടർ കൂടെ കംഫർട്ടബിളാണ്, അഭിനയിക്കുന്ന ആൾക്കാരെ കൂടെ കംഫർട്ടബിളാണ്. അതാണ് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് വേണ്ട ഏറ്റവും വലിയ സൗകര്യം. അതാണ് തീർച്ചയായിട്ടും. ഇതിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത് നമ്മുടെ സുധീജൻ അമ്മ എന്നുള്ള സിനിമയിൽ ഉണ്ടായിരുന്നല്ലോ. പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തു. അവൻ്റെ ഒക്കെ ചോദിച്ചറിയാം.
എല്ലാവരും നല്ലൊരു ഇതായിരുന്നു. വലിയ ശരി. മോഹത്തോടുകൂടിയും മറ്റേ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളാണ് ഇങ്ങനെ. ഓ അടിപൊളി. എന്തായാലും നമ്മളെപ്പോലെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഇതുപോലെ തന്നെ. അത് ആദ്യമായിട്ടൊരു സിനിമയിലേക്ക് വരാൻ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ സാറിന് തന്നെ നമ്മളെന്താ പറയുക, ലോക സിനിമ അംഗീകരിച്ച ജി അരവിന്ദ് സാറിന്റെ പടത്തിലൂടെ അത് വരാനുള്ള ഭാഗ്യം കിട്ടുകയാണ്. ഉത്തരയാനം ശരിക്കും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളൊരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് പടം തന്നെ ഇതേപോലത്തെ ഒരാളുടെ കൂടെ ജോലി ചെയ്യുക, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് എക്സ്പീരിയൻസ് ഇപ്പം പറയാൻ ഒക്കില്ല. കാര്യം എന്ന് വെച്ചാലേ ആദ്യം വളരെ പരിഭ്രമത്തോടു കൂടി അങ്ങോട്ട് മുമ്പിൽ ചെന്ന് അങ്ങോട്ട് പറയുന്ന പോലെ നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂടെ. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാം, എനിക്കൊരു ഒരു ക്യാരക്ടർ ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ചുള്ള ഒരു ഒരുക്കങ്ങളൊന്നും ചെയ്യാറില്ല. നേരെ അങ്ങോട്ട് ചെന്ന് പറയുന്ന സാധനം ചെയ്യാം. അന്ന് ശരിക്കും പറ, ആ ജീവിതത്തിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു ശിങ്കടിയായിരുന്നു സത്യം പറഞ്ഞു. അതല്ല, വന്ന് തരുന്ന പടങ്ങളെല്ലാത്തിലും വില്ലൻ. ഇത് ഇങ്ങനെ മനുഷ്യന്മാരെ പേടിപ്പിച്ചൊരു വില്ലൻ എനിക്ക് തോന്നുന്നില്ല. കാരണം അന്നെന്ന് പറഞ്ഞ ആൾക്കാർ സിനിമേനെ ഭയങ്കര ഡീപ്പായിട്ട് കാണുന്നു, വേറൊരു മേഖല ഇല്ല. പക്ഷെ വരുന്നതിലൊക്കെ നല്ല വില്ലൻ. അപ്പൊ കാണുമ്പോൾ തന്നെ എന്തായാലും ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു വില്ലൻ കഥ ഒരു എനിക്കറിയില്ല. എനിക്ക് എന്തൊരു അങ്ങനെ രൂപം ഉണ്ടായിരുന്നു. വലിയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു നല്ല മീശയൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ ആളുടെ പേര് പറയില്ല, ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത് തനിക്ക് ഈ പണ്ട് ആ വഴിക്കൊക്കെ പോകുമ്പോൾ എന്താ കല്യാണം കഴിക്കാത്തെന്ന് ചോദിച്ചു. പറ്റിയ ആളെ കിട്ടിയില്ല എന്നാണ് ഞാൻ ആൻസർ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ അഭിനയിക്കാൻ വന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞേ, അന്ന് ആ കോളേജിന് മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഈ മീശയും വെച്ചിങ്ങനെ നോക്കണ സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറയേണ്ടി വന്നിരുന്നെന്ന് ചുമ്മാ തമാശക്ക് വെച്ച. കാരണം എനിക്ക് പ്രണയം പറയുന്നുണ്ടല്ലോ. അപ്പം അതിനെ പറഞ്ഞ ആൻസർ എന്താ അറിയോ, ഇതുപോലത്തെ ഒരു മനുഷ്യനാണെന്ന് അന്ന് വിചാരിച്ചില്ല, കൊള്ളാത്തവനാണ്, മഹാവില്ലനാണെന്ന് വിചാരിച്ച, പേടിച്ചിട്ട് നോക്കാണ്ടിരുന്നതാണ്. ഇങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ 100 പ്രാവശ്യം നോക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. എനിക്ക് അങ്ങനെ ഒരു രൂപം ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിച്ചവരാണ്. ഓക്കെ. അപ്പൊ അതിൽ നിന്നാണ് പിന്നെ ഇതിലേക്കൊരു മാറ്റം വന്നത്. ശരിക്കും ഉള്ളിൽ മാടപ്രാവിന്റെ മനസ്സിലൊരു മനുഷ്യനായിരുന്നു. തീരെ മാടപ്രാവല്ലേട്ടാന്ന്. എന്തായാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ നല്ലൊരു അച്ചടക്കമൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു അല്ലേ? അതല്ലേ പറഞ്ഞു തന്നെ. അച്ചടക്കമുള്ള കുട്ടിയൊന്നും പറയാൻ വയ്യ, പക്ഷെ അത്യാവശ്യം വീഴ്ത്തേക്ക് നല്ലോണ്ടായിരുന്നു. അത്ര മോശമൊന്നും ആയിരുന്നില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നടക്കുന്ന പോലത്തെ ഒന്ന് ആക്റ്റീവായിട്ട് നടത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നടക്കുന്ന പോലെ അന്ന് നടക്കാൻ പറ്റില്ല. ഇപ്പം അന്നത്തെ രീതിയിൽ മോശമില്ലായിരുന്നു. അല്ല, എന്നെ കുറിച്ച് അതിന് പണ്ട് പറഞ്ഞത് നാട്ടിൽ കാരണവന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ നാടകത്തിൽ അഭിനയിക്കും, പിന്നെ പന്ത് കളിക്കാൻ പോകും, വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും, അങ്ങനെ പുഴയെ ചാടാൻ പോകും. ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്താ വെച്ചാൽ മൊത്തത്തിൽ പറയാമെന്ന് വെച്ചാൽ ആൾക്കാർ പറയും, ആ കുട്ടി മിടുക്കനാട്ടോ, തിരക്കേടില്ലല്ലേ എന്ന് പറയുമ്പോൾ കാരണവരുടെ അഭിപ്രായം അടുത്ത എന്താ അറിയോ, അത് പച്ചവാഴക്കെന്ന് പോലെയാണ്. ഈ പച്ചവാഴക്കെന്ന് പോലെ എന്നുള്ള സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പിന്നീട് പറഞ്ഞെന്താ വെച്ചാൽ, ഈ പച്ചവാഴക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതായി വരും അത്രേ. കൊല വരാറുമ്പോൾ ശുന്നായി പോകുന്നു, ഒടിഞ്ഞു പോകുന്നു. അപ്പം എന്താ വെച്ചാൽ മുകളിലേക്ക് എത്തുമ്പോൾ നേരാമ വഴിയില്ലെന്നാണ്. പക്ഷേ എനിക്കുള്ള പ്രതികാരം എന്തായിരുന്നു അറിയോ, എൻ്റെ നാട്ടിൽ പണ്ടൊരു ടാക്കീസ് ഉണ്ടായിരുന്നു. ആ ടാക്കീസിൽ എൻ്റെ പടം കളിക്കാൻ വന്നപ്പോൾ ഈ കാരണന്മാർ കുടം കുത്തി പിടിച്ച് അവിടെ പോയിട്ട് പറഞ്ഞു, ഡാ എൻ്റെ കുടുംബത്തെ കുട്ടിയത് എന്ന് പറഞ്ഞു. റിവെഞ്ച് എന്ന് പറഞ്ഞാൽ അതാണ് സ്വീറ്റ് റിവെഞ്ച് എന്ന് പറഞ്ഞേ. ഇത് അതൊക്കെ കേട്ട് പഠിച്ചോ. കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഇവനിപ്പോ അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അതെ എല്ലാം ഇപ്പൊ ഇനിയിപ്പോ എന്താ പറയാ, എല്ലാ സപ്പോർട്ടും നല്ല രീതിയിൽ രണ്ടുപേരുടെ അംഗീകരിച്ചു കഴിഞ്ഞു. നേരാവില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാലും വരവ് അറിയിച്ചില്ലേ, തലമുറകൾ കൈയടക്കി പറ്റുകയാണ്. അല്ല ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് ഇവന് കണ്ടൊരു ക്വാളിറ്റി ഇവനെ ഇരുത്തിയിട്ട് പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ എന്നാലും പറയാം. കാരണം വെച്ചാൽ ഇവന്റെ ആദ്യത്തെ സിനിമ, എന്താ സിനിമയുടെ പേരുടെ? പ്രകാശം പറക്കട്ടെ എന്നുള്ള സിനിമയുടെ അകത്ത് ഇവൻ ഫുള്ളായിട്ട് മുടിയൊക്കെ വളർത്തിയിട്ടാണ് പോയത്. അപ്പം അന്ന് അവർക്ക് സംശയം ഉണ്ടായിരുന്നു, ഇവനൊരു അപകടം പറ്റുന്നുണ്ട്, ആ അപകടം പറ്റിക്കഴിഞ്ഞാൽ കുറ്റിമുടിയാക്കണം അതിനകത്ത്. ആ മുടി വെട്ടാൻ ഇവൻ സമ്മതിക്കില്ലെന്നൊരു സംശയം ഉണ്ടായിരുന്നുണ്ട്. അവനോട് അങ്ങനെ സൂത്രത്തിൽ ഇങ്ങനെ മുടി നിനക്ക് ഇങ്ങനെ ഒരു വീണിട്ട് അപകടം പറ്റി
അപ്പോൾ ഒരു മിണ്ടാൻ പറ്റാതെയൊക്കെ ആയിപ്പോവും. അപ്പോൾ രോഗിയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ മുടി ഇങ്ങനെ വെട്ടണം. അത് ക്യാരക്ടറല്ലേ, വെട്ടിക്കോ എന്ന് പറഞ്ഞാൽ. ഡെഡിക്കേഷൻ നോക്കണേ. അത് ഒരു ആർട്ടിസ്റ്റിന് വേണ്ട ഒരു വലിയ ക്വാളിറ്റി അല്ലേ. തീർച്ചയായിട്ടും ആ ഒരൊറ്റ കാരണം കൊണ്ട് അവൻ പറഞ്ഞ് എൻ്റെ മനസ്സിൽ നല്ല ആർട്ടിസ്റ്റ് ആവാൻ സർവ്വ ചാൻസ് ഉണ്ട് പറഞ്ഞത്. അടിപൊളി. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഇദ്ദേഹം ഒരു 18 വയസ്സൊക്കെ ഒരു നായകനും നായികയൊക്കെ ആയിട്ട് സിനിമകൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾ അന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി എടുത്ത് നോട്ട് ചെയ്തു. വേറൊരു സിനിമയിൽ ഞാനിപ്പോൾ എൻ്റെ കേട്ടോണ്ടു, വേറെ സിനിമയിൽ എന്തോ ഒരു ചെറിയ ക്യാരക്ടർ അഭിനയിച്ചു അതിനകത്ത്. അത് ഞാൻ ഏത് സിനിമ എനിക്കറിയില്ല. അഭിനയിച്ച് കഴിഞ്ഞിട്ട് ആ പ്രൊഡ്യൂസർ പറഞ്ഞത്രേ, ഇവനെ എത്ര കാശ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് യാതൊരു പിടിയില്ല, അവൻ ആമ്മാര് ചെയ്തു വെച്ചിട്ടില്ല, എന്നാൽ ഇതെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അച്ഛനെ കിട്ടുന്നേക്കാൾ കൂടുതൽ കാശ് അവന് കൊടുത്തു. അടിപൊളി. അപ്പൊ തകർത്തു. 20,000 രൂപ കടം ചോദിച്ചാൽ ഞാൻ തന്നില്ല എനിക്ക് അവൻ. കട തന്നിട്ടുള്ള പരിപാടി പരിപാടിയൊന്നുമില്ല. അത് വേറെ, ബന്ധം വേറെ അല്ലടാ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് അല്ല. പിന്നെ എന്തായാലും സെക്രട്ടറിയേട്ടാ, സിനിമയിലേക്ക് വന്നപ്പോൾ നമുക്കിപ്പോൾ ഈ സിനിമ നമ്മുടെ ഫാമിലിക്ക് എന്തായാലും ഓരോ ഫാമിലിയും കണ്ടിരിക്കേണ്ട ഒരു കഥയാണ്. ഇദ്ദേഹത്തിന്റെ വരവോട് കൂടിയിട്ട് അതൊരു ഭയങ്കര ഒരു ഫാമിലി സബ്ജക്റ്റായി മാറുകയാണ്. എന്താണ് അതിന്റെ ഒരു ഓരോ ഫാമിലിക്കും കണക്ട് ആവുന്നതെന്ന് പറയാൻ കാരണം? ഒന്നും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കഥകളാവാം, പക്ഷെ നമ്മൾ ഓർമ്മയിൽ വെച്ചിട്ടുള്ള ചില സീക്വൻസിലുണ്ടായിരുന്നു നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള, അതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു പക്ഷെ നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കാത്ത തലങ്ങളിലേക്ക് പടം പോയിന്ന് വരാം. പടത്തിന്റെ കഥയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഡയറക്ടർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നവരല്ല ബാക്കിയുള്ള എങ്ങനെ കാണിച്ചോളാം. എന്നാലും ഒരു ഫാമിലി ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും അത് കണ്ടിരിക്കാം. ഓക്കെ. കാരണം ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളെ നമുക്ക് ഇത് ആർക്കാണ്, ഏത് കാറ്റഗറിയിൽ പെടുന്നത്? പലർക്കും ടെൻഷനാണ്. ഇത് ഫാമിലിക്കാണോ അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ടുപോയിരുന്ന് കാണാൻ പറ്റുമോ? എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവുന്ന ഒരു ഏരിയയാണ് അതിപ്പോൾ. കാലം മാറുമ്പോൾ അതിനനുസരിച്ച് എല്ലാം മാറി വരുന്നുണ്ട്. പക്ഷെ ഇത് പരിപൂർണമായിട്ടും എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റും. കുട്ടികൾക്ക് പോലും പഠിക്കാനുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. നന്നായിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് തന്നെ ഒന്നുകൂടി ഇപ്പോൾ ചേട്ടൻ ഇതിലേക്ക് എത്താൻ പറ്റും. ഒരുപാടായി, കുറെ കാലങ്ങളായിട്ട് ചേട്ടൻ ഇതിന് വേണ്ടിയിട്ട് ചാൻസ് അന്വേഷിച്ച് തന്നെ നടന്നിട്ടുള്ള ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ടും അങ്ങനെയൊക്കെ വന്നതാണ്. ഇപ്പം ഈ ഒരു മൊമെന്റിൽ ഇവിടെ എത്തിയപ്പോൾ ഒന്ന് ബാക്കോട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ പലതും അങ്ങനെ വലിയ ഇഷ്ടപ്പാടൊന്നും ശരിക്കും പറയാൻ പറ്റൂല. അല്ല, ഈ ചാൻസ് ചോദിച്ചത് നമ്മള് മറ്റുള്ളവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ചിലർ പറയും തരാം, ചെറുത് തരാം, അല്ലെങ്കിൽ പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ അഭിനയിച്ചിട്ടുണ്ടാവാം, നല്ല 20-25 ദിവസമൊക്കെ അഭിനയിച്ച ചിത്രങ്ങളുണ്ടാവും. പക്ഷെ തിയേറ്റർ വരുമ്പോഴത്തേന് അത് സൈഡിൽ അല്ലെങ്കിൽ എവിടെ അങ്ങോട്ടൊക്കെ മാറിയിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു സാധ്യത തന്നത് ഈ ടീമിലേക്ക് വന്നപ്പോഴാണ്. ബാലിനെ ഞാൻ കാണുന്നത് കഴിഞ്ഞൊരു 2 കൊല്ലം മുമ്പാണ്. വേറൊരു പടത്തിന്റെ അസോസിയേറ്റഡ് ഇരിക്കുമ്പോഴാണ് ബാലിനെ കാണുന്നത്. അന്നേരം തൊട്ട് ആ ഒരു ബന്ധം കീപ്പ് ചെയ്യുകയും പിന്നെ അതിനുശേഷം ഞങ്ങളൊരു ഷോർട്ട് മൂവി പിടിക്കാൻ പോയപ്പോൾ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു, ചേട്ടാ ഇത് മാറ്റി പിടിച്ച് നമുക്ക് ഓർമ്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ബാലുവിൻ്റെ പരസ്യമായിട്ട് ചോദിക്കാൻ പറ്റില്ല. ആ സമയത്ത് രഹസ്യമായിട്ട് വിളിച്ചു ചോദിച്ചു, ബാലു ഇത് എനിക്ക് പറ്റുന്ന പണിയാണോ? എന്നെ കണ്ടെടുത്തോളം ബാലു പറഞ്ഞു ഇന്ന ക്യാരക്ടർ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു, എനിക്ക് പറ്റുന്ന പണിയാണോ? അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോയിക്കോളാം, സിനിമയുടെ ആ ടീമിൽ ഞാൻ പോയിക്കോളാം. അവൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുമെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്തത്. അപ്പോൾ ബാലുവിന്റെ കോൺഫിഡൻസ് ആണ് എന്നെ ഈ നിമിഷം നിങ്ങളുടെ മുമ്പിൽ പോലും ഇരുത്താൻ പറ്റും. തീർച്ചയായിട്ടും. ശരിക്കും ഈ ഇന്റർവ്യൂവിൽ ഒരു പക്ഷേ ഇവിടെ ഇരിക്കാൻ യോഗ്യൻ ശരിക്കും ബാലു ആയിരിക്കാം. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിയായിരിക്കും ഈ പടത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്തൊക്കെ പറയും, നീ ഈ പടത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി, ചേട്ടാന്നാ വിളിക്കണം, നീ നല്ല വിളിക്കുക, ചേട്ടൻ്റെ പടത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അത് മാത്രമല്ല ഇത്രയും വലിയൊരു ലെജൻഡിന്റെ കൂട്ടത്തിൽ പിന്നെ നമുക്ക് ഏറ്റവും ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യങ്ങളാണ്. തീർച്ചയായിട്ടും അത് തന്നെ ഞാനിപ്പോൾ അനുഭവിച്ചിട്ടിരിക്കുന്നത്. ശ്രീധരന്റെ കൂട്ടത്തിൽ ഞാനൊരു ചെറിയ പടത്തിൽ ഞാൻ ചെറിയൊരു സാധനം ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ശ്രീധരന്റെ കൂട്ടത്തിൽ ശ്രീധരന്റെ മോന്റെ കൂട്ടത്തിൽ അഭിനയിക്കാൻ പറ്റി. ഇനി അടുത്തത് നമ്മുടെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അഭിനയിക്കാൻ പറ്റും. അടിപൊളി. വെറുതെ ആയില്ല. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കറക്റ്റായിട്ടൊരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സമയമുണ്ട് എല്ലാത്തിനും. ഈ ഒരു ടൈമിൽ ഒരു കാലഘട്ടത്തിൽ പ്രധാന വില്ലന്മാരെടുത്ത് നോക്കുമ്പോൾ സാറിൻ്റെ പേരാണെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ടൈമിൽ എപ്പോഴെങ്കിലും ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കൊന്നും മാറ്റി ചിന്തിക്കാൻ പാടില്ലേ എന്ന് എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആരോടും പറഞ്ഞിട്ടില്ല. തരുന്നത് നമ്മളങ്ങ് ചെയ്യായിരുന്നു.
അപ്പൊ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന പോലെ ഇത് തന്നെ സ്ഥിരം അതൊരു കാരണമാണോ? അതിന്റെ കൂട്ടത്തിൽ വേറെ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഐ.വി. ശശിയുടെ പടത്തിൽ എത്രയോ ഡിഫറെന്റ് തീർച്ചയായിട്ടും എന്നെ കൊണ്ട് വില്ലങ്കാറ്റ് ചെയ്യിച്ചിരുന്ന ഐ.വി. ശശിയാണല്ലോ 921 മാര്യംകുന്നം കുഞ്ഞമ്മദേ ചെയ്തത്. അതെ, ആ വാര്യംകുന്നം കുഞ്ഞമ്മദേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അനൗൺസ് ചെയ്ത് 4 കൊല്ലം മുമ്പുണ്ട്. 4 പേരെ അനൗൺസ് ചെയ്തു, ഒന്നും വന്നിട്ടില്ല. അതെ. അത് വൻ പ്രശ്നങ്ങളും അതും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഏതില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ലോ, ഒരുപാടുണ്ട്. കാരണം ഇന്നൊരു കഥ സെലക്ട് ചെയ്യുമ്പോൾ അത് നടക്കൂല്ലെന്ന് ചർച്ച ചെയ്യാൻ തന്നെ ഒരു 1.5 വർഷത്തോളം എടുക്കും. കാരണം ടെൻഷനാണ്, ഇത് ഏത് ഏരിയ എന്നാണ്. അല്ല, അതായത് സിനിമയും ഈ ജീവിതവും തമ്മിൽ തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിൽ കുറേ അഭിപ്രായങ്ങൾ ഇപ്പം ഉണ്ട്. ആ അഭിപ്രായമാണ് ഇപ്പോൾ ഈ സിനിമയെ പലപ്പോഴും പുറകോട്ട് വലിക്കുന്നത്. എങ്ങനെയാണ് നമുക്കിത് കൊടുക്കാൻ പറ്റുമോ, കൊടുത്തു കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ പറയാവുന്ന ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പോൾ സിനിമ സ്ക്രിപ്റ്റ് വരുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അതിൻ്റെ അകത്ത് തിരുത്തേണ്ടി വന്നു, മുറിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ സൊസൈറ്റിയുടെ മൊത്തത്തിൽ വന്നിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും ഇതിനകത്ത്. ആ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ കാണുന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് പലപ്പോഴും ഇതിനകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു ഫാമിലി സിനിമ കാണുന്നത് താല്പര്യമുള്ള കുടുംബക്കാർ പലരും ഉണ്ടാകും. കാരണം ആ സിനിമയെക്കുറിച്ച് അന്വേഷിക്കുക, മക്കളെയും കൊണ്ട് പോകാമോ എന്ന്. അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ അദ്ദേഹം സെക്രട്ടറി പറഞ്ഞത്. തീർച്ചയായും കുട്ടിയും കൊണ്ട് പോകാം, കാണാം എന്ന രീതിയിൽ കാണുന്ന ഒരു വിഭാഗം ആൾക്കാർ എന്തായാലും അതിനകത്തുണ്ട്. അങ്ങനെ ഒരു നല്ല കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ സിനിമയാണെങ്കിൽ നന്നായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്രേക്ഷകരുണ്ട്. ഉറപ്പായിട്ടും രണ്ട് സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. മറ്റേതൊരു ഫാന്റസി പോലെ എന്തും ഇങ്ങനത്തെ ഫേസ് ചെയ്ത് കാണാമെന്നുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞതിന് മുമ്പ് മറ്റേ മോഹൻലാലും ഞങ്ങൾ കൂടി ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു. ഈ ചെറിയ കുട്ടിയെ കൊല്ലുന്നൊരു സിനിമയൊക്കെ ഉണ്ടെന്നുണ്ട്, ഓർമ്മയുണ്ടോ? സതയം. അത് ഒരു ഡോക്ടർ കണ്ടിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരുന്നു ഹോട്ടലിൽ. അപ്പോൾ ഒരു ഡോക്ടർ അവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുമല്ലോ, നിന്റെ സിനിമ കണ്ടിട്ടോ, ഇതിലും ഭേദം ഞങ്ങൾ ലേബർ റൂമിലിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ ഞാൻ എന്തായാലും ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ കസേരയുടെ തുമ്പത്തിരുന്ന് കാണുന്ന ഈ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്. അപ്പോൾ ആ വരുന്നത് ടെൻഷൻ കാണാൻ വേണ്ടിയിട്ടല്ല, റിലാക്സ് ചെയ്യാൻ വേണ്ടി. അപ്പം ഈ സിനിമയിൽ അതുണ്ടല്ലോ, ഈ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളിൽ ആൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വരികയാണ്. അപ്പോൾ അവർക്കുള്ള സിനിമയുണ്ട്, അതല്ലാതെ മറ്റേ 2 കുട്ടികളുടെ സിനിമയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ് കേട്ടിടത്തോളം എന്താണെന്ന് വെച്ചാൽ കുടുംബമായിട്ട് ഒരുമിച്ച് ഇരുന്ന് കണ്ടുപോകാൻ പറ്റിയ സിനിമയാണ് ഈ സിനിമ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും. അല്ല, ഇത് കേൾക്കുന്നത് കാണുന്ന ഓരോരുത്തർക്കും ഒരു ആശ്വാസം ഉണ്ടാവും. കാരണം ഇപ്പൊ എല്ലാവരും ചിന്തിക്കുക ഫാമിലിയായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പോകണം, പറ്റിയ ഒരു സിനിമയ്ക്ക് കയറണം. സിനിമയല്ല, ഔട്ടിംഗ് ആണ്. അപ്പോൾ പോകുമ്പോൾ എന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് പോവുക, കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പം പല സിനിമയെ കുറിച്ച് കേൾക്കുമല്ലോ. അപ്പോൾ പോവുക, നല്ലൊരു തിയേറ്ററിൽ പോയി സിനിമ കാണുക, തിരിച്ച് അവിടെ തിയേറ്ററിൽ എന്നോടൊന്നും തന്നെ കുറച്ച് കപ്പലണ്ടിയിലൂടെ പോപ്കോൺ വാങ്ങുക, അത് കഴിഞ്ഞാൽ സിനിമ കാണുക, തിരിച്ചു വരുമ്പോൾ ഒരു നല്ല ഡിന്നർ കഴിക്കുക, തിരിച്ചു പോവുക. അപ്പോൾ സാധാരണ ഫാമിലിയെ സംബന്ധിച്ചോളം ഒരു മാസത്തിലെ ഒരു പുറത്തുള്ള സിനിമ ഒരെണ്ണം കഴിഞ്ഞു, ഇനി അടുത്ത മാസം നോക്കിയാൽ മതി. അപ്പോൾ ആ ഫാമിലി സിനിമ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ട് പോകുന്നൊരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞു കേട്ടതിനോളം ധൈര്യമായിട്ട് നമുക്ക് അല്ല, പിന്നെ എന്റെ പേരക്കുട്ടി അഭിനയിക്കുന്ന സിനിമയല്ലേ, സിനിമ ആവാണ്ട് പിന്നെ എവിടെ പോകാൻ. അത് തന്നെ. അപ്പൊ ഓരോരുത്തരും ഫാമിലി ആയിട്ടാണ് പോയി കാണണം, അല്ലേ? പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ ഈ നമുക്കിപ്പോ ഒന്നും കൂടി ബാക്കോട്ട് ഒന്ന് പോവുകയാണെ, കൈ കെട്ടിയോണ്ടൊന്ന് ചോദിക്കുകയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും സിനിമയിലേക്ക് വരാൻ വല്ല വഴിയുണ്ടോ ചോദിക്കണം. അതല്ല, ഞാൻ വേറെ വഴി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചോളാം. എനിക്ക് പഴയ കുറച്ച് കാര്യങ്ങൾ നേരത്തെ ഒരു കാര്യം സതയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടെ ഞാൻ വിട്ടുപോയി പറയാൻ. ഞാൻ സിബി മലൻ സാറിനോട് ഞാൻ ഏത് പടമാണ് ഒന്ന് തിയേറ്ററിൽ പോയിട്ട് മനസ്സറിഞ്ഞു വന്നിരുന്ന് കാണണമെന്ന് ഇപ്പൊ തോന്നുന്നത്, ബാക്കോട്ട് സതയം കാണണം. സതയം എനിക്കത് തിയേറ്ററിൽ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒന്നും കൂടി നമ്മൾ എത്ര നന്നായി അഭിനയിച്ചു എന്ന് നമുക്ക് തോന്നിയാൽ പോലും ഡയറക്ടർ അതിനെ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ കൊണ്ട് ഇട്ടിട്ടില്ലെങ്കിലും ഞാൻ ചെയ്തുകൊണ്ട് ഒരു ഫലം ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഡയറക്ടർ എങ്ങനെയാണ് അതിനെ നമ്മളെ പ്ലേസ് ചെയ്യാൻ പോകുന്നതനുസരിച്ചിരിക്കും എനിക്ക് കിട്ടുന്ന പേരതാണ്. സന്ധ്യമയങ്ങുന്നതായിരുന്നു പറഞ്ഞിട്ട് പണ്ട് ഞാനൊരു സിനിമ അഭിനയിച്ചിരുന്നു. ആ സിനിമയുടെ അകത്ത് ഞാൻ ഒരു
അന്ന് വില്ലൻ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ അകത്ത് ഒരു ഏറ്റവും സിസ്റ്ററെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വിവാഹം കഴിക്കാത്തൊരു സഹോദരനായിട്ടാണ്. സഹോദരിയും മക്കളൊക്കെ കൂടി വീട്ടിൽ വന്നു. കോഴിയെ കുട്ടികൾക്ക് ചിക്കൻ കൊടുക്കണം, കോഴി വിട്ടുപോയി. പിന്നെ ഈ കോഴിയെ പിടിക്കാൻ വേണ്ടി ഞാനും കുട്ടികളും തമ്മിൽ ഓടുന്നൊരു സംഗതി ഉണ്ടല്ലോ. അങ്ങനെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ട് ക്യാരക്ടർ ചെയ്തത് ആ ഭരതനാണ്. ആ ക്യാരക്ടറിന് കിട്ടിയിട്ടുള്ള ഒരു വലിയ അന്ന് കാലത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള കത്തുകളാണ് മുഴുവൻ. അത്രമാത്രം കത്തുകൾ എനിക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തെ. കാരണം വെച്ചാൽ അത് ആ ക്യാരക്ടർ ഭരതൻ അത് എങ്ങനെയാണ് ഈ ബ്രദറിനെ സിസ്റ്ററിനെയും മക്കളെയും സ്നേഹിക്കുന്ന അവിവാഹിതനായിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് ആ കുട്ടികളെ സ്നേഹിക്കുക എന്നുള്ളതും ആ സിസ്റ്ററുടെ സ്നേഹം മുഴുവൻ കാണിച്ചുള്ള സിനിമ അതിൻ്റെ അകത്ത്. ആ ക്യാരക്ടർ അതാണ്, ചെറിയ ക്യാരക്ടറാണ്, പക്ഷേ അത്രമാത്രം കത്തുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴും നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൊളരായ്മകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്നേഹം എന്ന് പറയുന്ന സൗഹൃദത്തിൻ്റെ ഒരു വലിയ മേന്മയും അതിനുള്ള ഇടവും നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ശ്രീത്വം കൂടി ഒരു നാടകം ചെയ്തിരുന്നു. അതെന്താണ് നാടകത്തിൻ്റെ അകത്ത്? അതെന്താ നാടകത്തിൻ്റെ അകത്ത് ഈ ഒരു ഘട്ടത്തിൽ അച്ഛനോട് ദേഷ്യപ്പെടുന്ന, അത് ഞാൻ അവനും കൂടെ ചെയ്യണമെന്ന് ആലോചിക്കുന്നു. അച്ഛനോട് ദേഷ്യപ്പെടുന്ന ഒരു സംഗതി ഉണ്ട് എൻ്റെ അകത്ത്. അച്ഛനോട് ദേഷ്യപ്പെടുന്ന സംഗതി കാണുമ്പോഴും ഓഡിയൻ്റെ അകത്ത് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും ഓഡിയൻസ്. പക്ഷെ ഒരു പക്ഷേ അവർ അച്ഛനോട് വീട്ടിൽ ദേഷ്യപ്പെടുന്നുണ്ടാവും. പക്ഷേ മനസ്സിൻ്റെ അകത്ത് ആ നന്മ പോവാത്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ആ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാർ മുഴുവൻ കാണാൻ ആഗ്രഹിക്കുക, കുടുംബമടക്കം പോയി കാണാൻ പറ്റുന്ന സിനിമകളാണ്. തീർച്ചയായിട്ടും. മറ്റേ സിനിമയ്ക്ക് അവർ പോവും, അതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവർ കുടുംബത്തിനെ കൊണ്ടുപോകില്ല. അവർക്ക് ഒറ്റയ്ക്ക് കാണാൻ പറ്റിയ സിനിമ ഒറ്റയ്ക്ക് പോയി കാണാം. അത് വീട്ടിൽ മക്കളറിയാണ്ട് പോകും. അതെ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഏതെങ്കിലും പോർഷനിൽ ഇപ്പം നമുക്ക് അഭിനയിക്കുന്ന സീനുകളിൽ ഏതെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു ഏരിയ ഏതെങ്കിലും ഉണ്ടോ? ഒരു സീൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫുൾ പറയുന്നില്ല. സീൻ പറയണ്ട. അതെ, അത് ഇമോഷണൽ ആണ്. എന്താണെങ്കിലും എനിക്ക് ഇമോഷണൽ ആണ്. അത് കിട്ടണമെങ്കിൽ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് ഗ്ലിസറിൻ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. എനിക്ക് ഗ്ലിസറിൻ കാണാൻ ഭയങ്കര, അതൊന്നും എനിക്ക് പറ്റില്ല. അവര് പറഞ്ഞു ശരിക്കും കരയാ അല്ലെങ്കിൽ ഗ്ലിസറിൻ ഉണ്ട്. ഗ്ലിസറിൻ എന്ന് പറഞ്ഞ വാക്ക് കേട്ടപ്പോ ഞാൻ അപ്പൊ അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തു. അടിപൊളി. അപ്പൊ ഇനിയിപ്പോ ഡയറക്ടർക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഞാൻ അവകാശം പോലും ഇന്റർവ്യൂവിൽ ഒരാൾ ഗ്ലിസറിൻ എന്ന് പറയുന്നത് അല്ലേ? അല്ല പിന്നെ മിടുക്കനാടാ നീ, മിടുക്കനാ. അച്ഛനും മുത്തച്ഛനൊക്കെ അഭിനയിച്ചേക്കുന്ന സിനിമകൾ കണ്ടിട്ട് ഇപ്പൊ എന്താ പറയാ അതിൽ ഭയങ്കരമായിട്ട് ചെയ്യണമെന്ന് തോന്നിയേക്കുന്ന ഒരു ഏരിയ ഏതാണ്? എന്താ പറയാ, ഞാൻ കൂടുതലും മറ്റേ ഈ എൻ്റെ അച്ഛൻ്റെ കൂടെ ഫാമിലി ആയിട്ട് പോകുമ്പോഴേ കാണുള്ളൂ. അപ്പോൾ കാണുമ്പോൾ ഈ വില്ലനസ് ക്യാരക്ടേഴ്സ് കാണുമ്പോൾ അച്ഛൻ്റെ പോലെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് വില്ലൻ ക്യാരക്ടേഴ്സ് കിട്ടണമെന്നുണ്ട്. നാടകത്തില് എനിക്ക് 2-3 വില്ലൻ ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. ഈ മൃഗമായിട്ട് ഞങ്ങക്ക് ഒരു നാടകമുണ്ട്. ഇതില് എനിക്ക് കിട്ടിയ റോള് പുലിന. അപ്പോ പുലിന് വേണ്ടി എനിക്ക് കുറച്ചൊന്ന് ഇത് കിട്ടണം. എനിക്ക് നാടകത്തിൽ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, ഞാൻ സിനിമയിൽ എന്താന്ന് വെച്ചാൽ അവര് പറഞ്ഞ് ക്യാമറ വെക്കരുതെന്ന്. നാടകത്തില് ഓഡിയൻസ് ആണ് ക്യാമറ, അത് അവരെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അപ്പോ പല പ്രാവശ്യം ഞാൻ നാടകം ചെയ്യുമ്പോൾ എനിക്ക് തെറ്റാറുണ്ട് ഇങ്ങനെ. അപ്പോ മറ്റേ ആൾക്കാരെ നോക്കിയിട്ട് ഇമോഷൻ ചെയ്യുമ്പോ ആളെ മാത്രമേ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് തിരിയാനുള്ള അത് കിട്ടിയില്ലേ. അപ്പൊ ഒന്നുകൂടി പറ്റിയില്ല, ഒന്നുകൂടി അങ്ങനെ പോയോണ്ടിരുന്നിട്ട് അവസാനം കിട്ടി. അതാണ് എനിക്ക് എന്റെ ദൈവമേ. അതല്ല, 10 വയസ്സ്, എത്ര വയസ്സായി? 10 വയസ്സ്. ഈ സമയത്തൊക്കെ നമ്മളൊക്കെ വിമാനം ഓടുമ്പോൾ മുറ്റത്തേക്ക് ഓടലും അതിനെ കുറിച്ചൊക്കെ ചർച്ച. ഇത് എന്ത് രസമായിട്ടാ സംസാരിക്കണേ. അടിപൊളിയാടാ, നീ മിട്ടിക്കനാടാ അല്ലേ? അടിപൊളി, രസമായിട്ട് സംസാരിക്കും. സിനിമ മാത്രല്ല, ആള് പുലി തന്നെയാണ്. പുലി തന്നെയാണ്.
ഒരുപാട് ഈ കണക്ക് എടുക്കണം. അല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അമ്പടാ ചെറിയ സാധനം ചെറുതൊന്നും നല്ല ഇരിക്കുന്നേ. വെട്ടും നോക്കിക്കോ, എന്നെ കടത്തി വെട്ടും. നീ വരവോ കണ്ടോ മുത്തച്ഛനോട് പറയും ആൾക്കാരെ ആ ചെക്കനെ കണ്ടുപിടിക്കുന്നത്. ഞാൻ പറഞ്ഞ അത് ഒരു കാര്യം ഉണ്ട് കേട്ടോ. അതായത് ഈ മക്കളെക്കാൾ കൂടുതൽ നമുക്ക് ഓമനിക്കാൻ തോന്നുന്ന പേരക്കുട്ടികളെയാണ്. കാരണം മക്കളെ ഓമനിക്കുന്ന സമയത്ത് നമ്മളൊരു പക്ഷേ ജീവിക്കാനുള്ള വെപ്രാളത്തിലുള്ള ഓട്ടമായിരിക്കും. ഇപ്പോൾ മക്കൾ കൂടുണ്ടാവും അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്. കുട്ടികളെ താലോലിക്കാനും ഓമനിക്കാനും ഞങ്ങൾക്ക് കിട്ടുന്ന സന്ദർഭം ഇപ്പോഴാണ് ശരിക്കും. തീർച്ചയായിട്ടും കറക്റ്റാണ് പറഞ്ഞത്. അതെ, ആ ഒരു ഭാഗ്യം കിട്ടിയേക്കുന്നതാണ്. ഇപ്പോൾ നമ്മളെ ഇപ്പം നേരത്തെ ചോദിക്കാൻ വന്നത്, ഇപ്പം നമുക്ക് ചെയ്തേക്കുന്ന കഥാപാത്രം, ഇപ്പം ഇത്തിരി മുമ്പ് ഒരു ഡോക്ടറുടെ കാര്യം പറഞ്ഞില്ല, അതേപോലെ തന്നെ പണ്ട് ചെയ്തേക്കുന്ന ആ ഒരു, ഞാൻ പറഞ്ഞു പണ്ട് ആളുകൾ കുറച്ചും കൂടി സിനിമേനെ ഭയങ്കര ഡീപ്പായിട്ട് ആസ്വദിക്കുന്ന ഒരു കാലഘട്ടമാണ്, വേറൊരു ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ വില്ലൻ ക്യാരക്ടറുകൾ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്തു വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ നമ്മളോട് ആ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അത് പുരുഷന്മാരല്ല, അത് മിക്കവാറും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെ കാണുമ്പോൾ ഭയപ്പെട്ട് ഓടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ശരിയുണ്ട്. വീട്ടിൽ കയറ്റിയിട്ടില്ല. നമ്മുടെ ബെല്ലടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലൊരാളെന്ന് അന്വേഷിക്കുക. എൻ്റെ സുഹൃത്തിൻ്റെ വീടാണ്, അവരവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ബെല്ലടിച്ച് ജോലിക്കാരി വന്ന് വാല് കിടന്നു, അയ്യോ എന്ന് പറഞ്ഞ് വാലടച്ചു. അയ്യോ, അങ്ങനത്തെ ക്യാരക്ടറിൽ ഇവിടെ നിൽക്കണ്ട. അത് ശരിക്കും കഥാപാത്രത്തിന്റെ എഫക്ട്. ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ട് വരമ്പത്തൂടെ കയറി പോണ സമയത്ത് മുണ്ടൊക്കെ മടക്കി ഒത്തിരി വരമ്പത്ത് കയറി നടക്കണം. അപ്പോഴൊരു സ്ത്രീ കറ്റിട്ടിട്ട് വരുന്നു. അത് എന്നെ കണ്ടു അയ്യോ എന്ന് പറഞ്ഞ് കറ്റിട്ടിട്ട് കൂടി പിന്നാക്കം കൂടി പോയി. അങ്ങനെ എനിക്ക് ചിരി വരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ശരിക്കില്ലേ ചിരിക്കണോ ചെയ്യാ? ആ സമയത്ത് മനസ്സിൽ വരുന്നത് സന്തോഷമാണ്. കൂട്ടുകാരുടെ വീട്ടിൽ പോലും കേട്ടാണ് ഉള്ളിൽ. അപ്പൊ അപ്പോഴും ഇതാണ് അത്രയും കൂട്ടുകാരൻ കേട്ടാത്തതല്ലോ, അതന്നെ ജോലിക്കാരി. അതൊക്കെ എന്നെ കുറിച്ച് അറിയില്ല, അത് സിനിമ കണ്ടിട്ടുള്ളൂ. എന്നൊക്കെ അകത്ത് കയറ്റുന്നത് സേഫ് അല്ലാന്ന് എനിക്ക് നല്ല ബുദ്ധി ഉണ്ടാവുമല്ലോ സിനിമ കണ്ടിട്ട്. അതെ, ഞാൻ അങ്ങനെയാണല്ലോ ബാലങ്കി എന്നാലും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട സ്ത്രീ ടി ജി രവിയുടെ വീട്ടിൽ ട്രോളുകൾ ഇഷ്ടംപോലെ ഓടിക്കരുത്. അതെ, രക്ഷപ്പെടാൻ ഓടിക്കരുത് ടി ജി രവിയുടെ അടുത്തത്. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. പണ്ട് എങ്ങനെയല്ലോ പറയാം, ബാലങ്കി നായരും ടി ജി രവി, ഇതാണ് എല്ലാവരുടെയും സംസാരം. ഇപ്പൊ ഈ പറഞ്ഞ പക്ഷെ എനിക്ക് ഈ ഇവിടെ നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കട്ടോ. ഈ എല്ലാ സിനിമക്കാർക്കും ഒരു ദോഷപ്പേരുണ്ടായ സമയം ഉണ്ടായിരുന്നല്ലോ കുറച്ച് നാൾ മുമ്പ്. അപ്പം ആ സമയത്ത് ഒരു കാരണം എനിക്ക് എൻ്റെ മറ്റേ UK എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ജൂനിയർ കുട്ടിയായിരുന്നു അയച്ചിരുന്നു. അവർക്ക് കിട്ടിയാത്രേ. അതായത് തട്ടും മുട്ടുമില്ലാതെ വേണ്ടത്ര ചീത്തപ്പേര് നേടിയ 4 ആൾക്കാർ. തട്ടും മുട്ടുമില്ലാതെ വേണ്ടത്ര ചീത്തപ്പേര് നേടിയ 4 ആൾ. ആദ്യത്തെ ആള് ജോസ് പ്രകാശ് ഏട്ടൻ, രണ്ടാമത്തെ ആള് KP ഉമ്മർ, മൂന്നാമത്തെ ആള് ബാലങ്കി നായർ, 4ാമത്തെ ആള് ഞാൻ. പക്ഷെ അതിന്റെ താഴെ കമന്റ് ഉണ്ട്, ആദ്യത്തെ 3 വലിയ കുഴപ്പമില്ല, 4ാമത്തെ മഹാപശക. പക്ഷെ എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് ഈ തട്ട് മുട്ടുമില്ലാന്ന് പറഞ്ഞു. അത് സത്യം. എന്തൊക്കെ ഏതൊക്കെ അവസ്ഥയിൽ കൂടി പോയേക്കുന്നത് കഥാപാത്രങ്ങളിൽ കൂടി. ശരി, ആൾക്കാരൊക്കെ ഓടിയില്ലെങ്കിൽ അതിശയമുള്ളൂ എന്തൊക്കെ. അത് അന്നെന്താ അറിയോ, ഈ നിങ്ങളെപ്പോലെ ചാനലില്ല, TV ഈ പരിപാടികളൊന്നുമില്ല. അന്ന് ആകെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ കാണുന്ന ആൾക്കാർ സിനിമ മാത്രമേ കാണുന്നുള്ളൂ. വല്ലപ്പോഴും ഒരിക്കലാണ് ഈ സിനിമ മാസികയാണെന്ന്. സിനിമ മാസിക കിട്ടണമെങ്കിൽ തൃശ്ശൂർ വരണം. നാട്ടിൻപുറത്തുള്ള ആൾക്കാർക്ക് അത് അവിടെ നിന്ന് കിട്ടില്ല സാധനം. പിന്നെ നാന വന്നു, അതും വല്ലപ്പോഴൊക്കെ കാണുന്നു. അപ്പോൾ സിനിമയെ കാണുന്ന ആൾക്കാർ സിനിമയിൽ കാണുന്ന അതേ സ്വഭാവം അതേ രീതിയിലുള്ള ആൾക്കാരാണ്. അതും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണം ആൾക്കാർ മുഴുവൻ. ശരിയാ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെയല്ല. ഏറ്റവും വലിയ ക്യാരക്ടർ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഉടനെ അടുത്ത ദിവസം വരുന്നത് കുടുംബത്തോടൊപ്പം ഭാര്യയും മക്കളായിട്ട് നിർത്താൻ പറഞ്ഞു. അത് സിനിമയല്ലേ, ഇതാണ് ജീവിതം എന്ന് പറയുന്ന. അന്ന് ആ ചാൻസ് ഇല്ല. അതെ, അന്ന് ആൾക്കാർ കാണുന്ന ആ രൂപം മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ എല്ലാവരുടെയും. സാറ് പറഞ്ഞിട്ടുണ്ട് ജയൻ സാറിൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിച്ചിട്ട് രണ്ടാമതൊരു കഥ പറയാൻ വേണ്ടി പോയപ്പോഴാണ് അദ്ദേഹം നമ്മളെ വിട്ടു പോയാൽ. ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ ചാൻസ് ഉണ്ടായിട്ട് 3 പടം ഞാനായിട്ട് ബന്ധപ്പെട്ട് വന്ന സാധനങ്ങളാണ്. ഒന്ന് മറ്റേ പാദസരം, പിന്നീട് ചോര ചോർന്നേര, പിന്നീട് ചാകര. ഈ ചാകര കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ ജയനോട് കൂടുതൽ ബന്ധപ്പെട്ട് അടുപ്പായ സ്നേഹത്തിലുണ്ട്. അപ്പോൾ അടുത്തൊരു പടത്തിനും കൂടി എനിക്ക് എടുത്താൽ കൊള്ളാമെന്ന് മോഹമുണ്ടായിരുന്നു ശരിക്കും.
അപ്പോൾ അതിന് നമുക്ക് ജയനെ ഒന്ന് കാണാമെന്ന് വേണ്ടി ഞാനിവിടെ പോയതാണ്. അന്ന് പിന്നെ ഈ മറ്റേ മൊബൈലും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഇവിടുന്ന് ട്രെയിനിൽ കയറിയിട്ട് ഞാനവിടെ ചെന്ന് ഇറങ്ങി സുധാര ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് അന്നൊരു ഒരു അവിടെ ഇവിടെ നിന്നൊക്കെ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ താമസിക്കുന്ന ലോഡ്ജാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ കുറേ സിനിമക്കാർ നോക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. ചേട്ടൻ ഇവിടുന്ന് ഇപ്പോൾ വരുന്ന വഴിയാണോ പറഞ്ഞാൽ അതെ. അറിഞ്ഞില്ലേ എന്താ ജേട്ടൻ മരിച്ചു പോയി. എനിക്ക് വാസ് എ ഷോക്ക്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയതാണ്. വലിയ ഷോക്കായി പോയി. പിന്നെ ഞാൻ ബോഡിയുടെ കൂടെ അന്ന് കൊല്ലത്ത് വന്ന് ഇറങ്ങി. അദ്ദേഹം തിരുവനന്തപുരത്ത് ഫ്ലൈറ്റ് വന്നു. കൊല്ലത്തൂടെ അങ്ങേരെ കൂടെ. അന്ന് ശരിക്കും ആളുകളൊക്കെ വൈകുന്നേരത്തെ വാർത്തയാണല്ലോ, നാട്ടിൻപുറങ്ങളിൽ റേഡിയോ വെച്ചിട്ട് വായനശാലകളിലും അങ്ങനെ അവിടെ പോയിട്ടാണ് ഈ വാർത്തകളൊക്കെ കൂടുതൽ. നാട്ടിൻപുറത്തെ മറ്റേ വാർത്ത എന്ന് പറഞ്ഞാൽ വീടുകളിലൊന്നും ഉണ്ടാവില്ല. പല വീടുകളിലും ഉണ്ടാവാത്ത വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് വായനശാലയിൽ വരിക ചെയ്യാൻ സാധനം. അവിടെയാണ് റേഡിയോ കേൾക്കുക. പുറത്തിരുന്ന് റേഡിയോ കേട്ടിട്ട് പോകാൻ. അന്ന് ഭയങ്കര ഒരു എന്താ പറയാ, അതുകൊണ്ട് തന്നെ വലിയൊരു കൂട്ടായ്മ ഉണ്ട് അതിനകത്ത്. ഒന്നിച്ചിരിക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അതിനകത്ത്. തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ എവിടെ ഒന്നിച്ചിരിക്കുന്നു. അതെ അതെ, എല്ലാവരും മാറ്റങ്ങളാണ്. ഒരു കാര്യം കൂടി, സാർ ഇപ്പോൾ പണ്ട് ഇത്രയും സിനിമകളൊക്കെ ചെയ്തു വന്നിട്ട് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ രണ്ടും നമ്മളൊരു ഡിഫറൻസ് എന്താ വരുന്നത്? സാറിന് ഇത്തിരി കൂടി ഈസി ആയിട്ടാണോ തോന്നുന്നത്? അല്ല, അഭിനയിക്കുന്ന ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് ഈസിയാണ്. അന്ന് മാറ്റങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള മാറ്റം അതിൻ്റെ സിനിമയിലുണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളൂ. അന്ന് ഈ ലൈറ്റുകളൊക്കെ ഇപ്പം എല്ലാം സോഫ്റ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നിർബന്ധമില്ല. ചില സീനുകൾക്ക് പുറത്ത് ലൈറ്റില്ലാതെ ഷൂട്ട് ചെയ്യുന്നത് ഓപ്പണായിട്ട്. അന്ന് എന്തൊക്കെ മാറ്റം, കാരവൺ സൗകര്യം ഇല്ല, ഒന്നുമില്ല. എല്ലാവരും ഇതുപോലെ വട്ടം കൂടിയിരുന്ന് കുറേ സീനുകൾ ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ പല സ്ഥലത്തും പോയിരുന്നു. ഈയിടെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. ഞാനിങ്ങനെ കയ്യും വെച്ച് കിടന്ന് ഉറങ്ങുന്നത്, മറ്റേ ഒരു ഇറയത്ത് പായ പോലും ഇല്ലാതെ കിടന്നു. പണ്ട് എന്ന് എൻ്റെ നല്ല കാലത്ത് സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. കാരവൻ പോയിട്ട് നമുക്ക് കൃത്യമായിട്ട് സൗകര്യം പോലും നാട്ടുപുറത്തുള്ള കാറ്റും കൊണ്ട് അല്ല അത്രേ ഉള്ളൂ സിനിമയ്ക്ക്. കാരവനെ കുറിച്ച് നമുക്ക് സ്വപ്നം പോലും ഇല്ലല്ലോ. മദിരാശിയിൽ നമ്മൾ സിനിമ കഷ്ടപ്പെട്ട് ഈ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഹിന്ദി സിനിമക്കാർ വരും അവിടെ. അവര് ഷോട്ട് കഴിഞ്ഞ് വന്ന് ക്യാരംസ് കളിക്കാൻ തുടങ്ങും. അസൂയ എന്ന് പറഞ്ഞാൽ ഭയങ്കര അസൂയ ഒന്നവരടുത്ത്. നമ്മളിങ്ങനെ രാവുമ്പോൾ എല്ലാവരും തല്ലും കൊള്ളാം. ഞാൻ തന്നെ പോണേ. ആസിഫ് സാറിൻ്റെ തല്ല് കൊള്ളണം, ജയൻ ചേട്ടൻ്റെ സുകുമാരൻ്റെ തല്ല് കൊള്ളണം, സോമൻ ചേട്ടൻ്റെ തല്ല് കൊള്ളണം. അപ്പോൾ അവസാനം വന്ന് ഇപ്പം മോഹൻലാലിൻ്റെ തല്ല് കൊള്ളണം. എല്ലാവരും തല്ലും കൊണ്ടേ. അപ്പം എന്താ വെച്ചാൽ എനിക്ക് ഈ മറ്റേ രാവും പകലും ഷൂട്ടുണ്ടാവുകയെ നമുക്ക് കുറേ കഴിയുമ്പോൾ നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ സൗകര്യം കിട്ടിയ എന്താണെന്ന്. അപ്പോഴാണ് ഇവന്മാർ ഷോട്ടും കഴിഞ്ഞ് വന്ന് 4 ഷോട്ടും കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യുന്നത്. അസൂയ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അസൂയ. ആ ആക്ഷൻ സീനുകൾ പണ്ട് ഇപ്പം ജയൻ, നസീർ, ഉമ്മർ, സുകുമാരൻ, ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ആക്ഷൻ സീൻ ചെയ്തിരുന്നത് ആരായിരുന്നു അന്ന്? ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് നസീർ സാറാണ്. പൂ പോലത്തെ ഒരു കയ്യല്ലേ, മേലെ തൊട്ടാലും ഒന്നും അറിയില്ലല്ലോ. ആണോ? മാത്രമല്ല മേലെ തൊടുന്നില്ല. അത് നമ്മളൊക്കെ വരുമ്പോഴേക്കും എത്രയോ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ആളങ്ങനെ. അതെ അതെ അതെ. ഏറ്റവും ബുദ്ധിമുട്ട് ആരായിരുന്നു? ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബാലേട്ടനാണ്. ബാലേട്ടൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബാലേട്ടൻ ആ ക്യാരക്ടർ അങ്ങാവും. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയ ക്വാളിറ്റിയാണ്. വലിയ ഗംഭീര നടനായിരുന്നില്ല അദ്ദേഹം. നമ്മൾ കൂടെ നിൽക്കുന്ന സമയത്ത് ഈ മറ്റേ ക്യാരക്ടറായി കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തല്ലുള്ളൂ. അപ്പം നല്ല നല്ല ഇത് തന്നെ കിട്ടുകയും ചെയ്യൂലേ. അത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളതനുസരിച്ച് നിൽക്കില്ല. എനിക്ക് ജയൻ്റെ എന്നൊരു ഡ്യൂട്ടി ഉണ്ട്. ആദ്യത്തെ ചാകര അങ്ങനെ കുട്ടിയല്ല, ഒരു കടപ്പുറത്തുള്ള ഫൈറ്റാണ്. അപ്പോൾ ഈ മണലിങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു വശത്ത് മണലിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇടിക്കുമ്പോൾ ഞാൻ തലമുറോട്ട് മാറ്റണം. പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഭംഗിയായിട്ട് ഇടിക്കും. ഞാൻ പറഞ്ഞിട്ട് റിഹേഴ്സലൊക്കെ നോക്കി കറക്റ്റാക്കി അതിനകത്ത്. അപ്പോൾ അവസാനം ഷൂട്ട് ക്യാമറ വെച്ചു. അപ്പം ഞാൻ ഒന്നും കൂടി ഉഷാറാവണ്ടേ, ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ജയൻ്റെ കൂടെ നിൽക്കുകയല്ലേ. അങ്ങനെ ഇടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ നല്ല ശക്തിയിൽ പുറകോട്ട് വരുമ്പോൾ എൻ്റെ ഈ മണലിലത്തെ കാലങ്ങളും വഴിക്കങ്ങ് പോയി. അപ്പോൾ പുറകോട്ട് വരുന്നവരെ ഞാൻ മുമ്പോട്ട് വന്നു. ഇടി നേരം ഈ ചുണ്ടിൻ്റെ മേലെ വന്നു പൊട്ടി, ചുണ്ട് പൊട്ടി, ചോര ഒലിച്ച്
ജയൻ ഇത് ഒപ്പിത്തരുന്ന നേരത്ത് എൻ്റെ ഭാര്യ ഷൂട്ടിംഗ് കാണാൻ വന്ന സമയത്ത് നല്ല വരവായിരുന്നു, നല്ല കാണാൻ നല്ല കാഴ്ച. കറക്റ്റ് സമയത്ത് തന്നെ എത്തി. അപ്പൊ എന്തായാലും വളരെ 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 സന്തോഷം എല്ലാവരും ഇതുവരെ കാണാൻ പറ്റിയതിൽ, അതും ഒരു നല്ലൊരു മൂവിയുടെ ഭാഗമായിട്ട് തന്നെ ഇവിടെ എത്താൻ പറ്റി. നല്ല മൂവിയുടെ ഭാഗമായിട്ട് എന്നെ വിളിച്ചില്ലെങ്കിലും എൻ്റെ പേരക്കുട്ടിയുടെ കെയർ ഓഫിൽ എനിക്ക് വരാൻ പറ്റി എന്നുള്ളത് എനിക്ക് അതീവ സന്തോഷം. അടിപൊളി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു മോഹം കൂടി ഉണ്ടാവുമല്ലോ, അവനഭിനയിച്ച സിനിമ നന്നാവണമെന്നും ആൾക്കാർ കാണണമെന്നും. ആ മോഹവും എനിക്കുണ്ട്. നമ്മളെല്ലാവരും അത് പറഞ്ഞു കേട്ടതൊന്നും നടക്കുന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അടിപൊളി. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം. എന്തായാലും ഈ സിനിമയ്ക്കും ഒരുപാട് ആശംസകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നേരെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരു വൻ ഹിറ്റ് ആവട്ടെ. ഇതിന്റെ സക്സസ് പാർട്ടിക്ക് നമ്മളെല്ലാവരും കൂടി വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവരും ഈ തഗ് എന്ന സിനിമ കാണുക. ജൂൺ 6-ാം തീയതി തിയേറ്ററുകളിൽ, നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലുണ്ടാവും. എല്ലാവരും കുടുംബസമേതം നമ്മുടെ സിനിമ കാണുക, ഞങ്ങളെ വിജയിപ്പിക്കുക. ഞങ്ങളുടെ ഡയറക്ടർക്കും ഞങ്ങളുടെ DOPക്കും ഞങ്ങളുടെ കോർഡിനേറ്റർക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ ചെയ്ത സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.